കട്ടക്കരിപ്പന്റെ പാവം പെണ്ണ്. രചന മുബീന മുബി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. നീ പണികൾ തീർത്തില്ലേ? ആരും ഓർത്തിരിക്കാടി ശവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭവാനി ശിവയെ അടിച്ചു. അല്ല വലിയമ്മേ, പണികളൊക്കെ കഴിഞ്ഞിരിക്കുക. അയ്യോടാ, പണി കഴിഞ്ഞെന്നോ? പോയി ഞങ്ങൾ കഴിച്ച പ്ലേറ്റുകൾ കഴുകടി. പിന്നെ ഉണ്ടാക്കിയ ചിക്കൻ എന്റെ മോൾക്കുള്ള, നീ പച്ചച്ചോറ് തിന്നാ മതി. ഭവാനി ആക്രോശിച്ചു. ശരി വലിയമ്മേ, എനിക്ക് വേണ്ട. ശിവ സങ്കടത്തോടെ പറഞ്ഞു. ഇത് ശിവാനി ശ്രീധരൻ. ശ്രീധരന്റെയും പാർവതിയുടെയും മകൾ. 15 വയസ്സുള്ളപ്പോൾ അവരുടെ മാതാപിതാക്കൾ അപകടത്തിൽ മരിച്ചു. അന്നു മുതൽ ശ്രീധരന്റെ ഏട്ടനും ഭാര്യയുമാണ് അവളെ നോക്കുന്നത്. ശ്രീധരന്റെയും പാർവതിയുടെയും പ്രണയവിവാഹമായിരുന്നു. പാർവതി അനാഥയായിരുന്നുകൊണ്ട് വീട്ടുകാർക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. അവരുടെ മരണശേഷം ശിവാനിയെ വലിയച്ഛനും വലിയമ്മയുമാണ് വളർത്തിയത്. വളർത്തുക എന്നതിലുപരി അവളെ ദ്രോഹിക്കായിരുന്നു അവർ ചെയ്തിരുന്നത്. വീട്ടു ജോലികൾ ചെയ്യിപ്പിച്ചും മർദ്ദിച്ചും അവരവളെ കഷ്ടപ്പെടുത്തി. പ്രയാസങ്ങൾക്കിടയിലും അവൾ ഡിഗ്രി വരെ പഠിച്ചു. പക്ഷേ കോളേജിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലെല്ലാ ജോലികളും തീർക്കണം നിർബന്ധമുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞോടെ പിന്നീട് അവളെ പഠിക്കാൻ അവർ വിട്ടില്ല. അങ്ങനെ നരകതുല്യമായ ഒരു ജീവിതമാണ് അവളുടേത്. നേരം പോലെ ആഹാരം കഴിച്ചിട്ട് വർഷങ്ങളായി. അവരുടെ വഴക്കും തൊഴിയുമായി അവളവിടെ കഴിഞ്ഞുകൂടി. അവളെ ജോലിക്ക് പോകാൻ അവർ സമ്മതിച്ചില്ല. ഒരിക്കൽ ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചതിന് 3 ദിവസം പട്ടിണി കിട്ടും. ഇവൾ അവിടുന്ന് പോയാൽ അമ്മയും മക്കളും അടുക്കള പണി ചെയ്യേണ്ടി വരുമല്ലോ എന്നതായിരുന്നു പേടി. അവർക്കൊരു മകളുണ്ട്, ആവണി. അമ്മയേക്കാൾ കഷ്ടമാണ് മകളുടെ സ്വഭാവം. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഒരു ദിവസം ഭവാനി കടുപ്പത്തിൽ പറഞ്ഞു, നീ ഇന്ന് എന്റെ മോളെ കാണാൻ ഒരു കൂട്ടർ വരും. അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം നീ തയ്യാറായിക്കോണം. പിന്നെ നിന്റെ ഈ തിരുമോന്ത കാണിച്ച് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. ആ വാക്കിൽ കേട്ട് നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പതുക്കെ മറുപടി നൽകി. ശരി വലിയമ്മേ, ഞാനുണ്ടായിക്കോളാം. ആരുടെയും മുമ്പിൽ ഞാൻ വരില്ല. ആ എന്നാ വേഗം പണി തുടങ്ങിക്കോ, ഭവാനി ആജ്ഞാപിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അവളുടെ ജീവിതം അവിടെ മാറി മറിയുകയാണെന്ന് അവൾ അറിഞ്ഞില്ല. ആവണിയാണെങ്കിൽ രാവിലെ തന്നെ കുട്ടിയോട് മത്സരിക്കുന്ന പോലെ മേക്കപ്പ് ചെയ്യുകയാണ്. 11:30 അവിടേക്ക് ഒരു വണ്ടി വന്നു നിന്നു. അത് മംഗലത്തെ വീട്ടുകാരായിരുന്നു. മംഗലത്തെ ഗ്രൂപ്പ്സ് ബിസിനസ് കുടുംബം. അവിടുത്തെ മഹാദേവന്റെയും രുക്മിണിയുടെയും മൂത്ത മകൻ ഇന്ദ്രജിത്ത് മഹാദേവന് വേണ്ടിയായിരുന്നു ആ ആലോചന. ഇന്ദ്രനാണെങ്കിൽ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. അതിന് കാരണം പഴയൊരു തേപ്പ് തന്നെയാണ്. ആളൊരു കലിപ്പനാണ്. രുക്മിണിക്ക് നിർബന്ധമായിരുന്നു വലിയ പണക്കാരുടെ വീട്ടിൽ നിന്ന് മോനൊരു പ്രപ്പോസൽ വേണ്ട, സാധാരണക്കാരുടെ ഒരു വീട്ടിൽ നിന്ന് മതിയെന്ന്. അങ്ങനെയാണ് അവർ ഇങ്ങോട്ട് എത്തിയത്. ഭവാനി വേഗം അങ്ങോട്ട് വന്നു. കേറി വരും. എന്താ അവിടെ തന്നെ നിന്ന്? ആ ഒരു സ്വീകരണ മുറിയിലിരുന്നു. ആവണിയും വന്നു. പക്ഷെ ആ സമയം തന്നെ കുളിച്ചിറങ്ങി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദാവണിയുടെ ആളെ കണ്ടതും രുക്മിണിയുടെയും മഹാദേവന്റെയും നോട്ടം അവിടെ തന്നെ തറഞ്ഞിരുന്നു. രുക്മിണിയുടെയും മഹാദേവന്റെയും കണ്ണുകൾ വിടന്നു. ആവണി പുട്ടിയും പൗഡറും ഇട്ട് സിനിമാ നടിമാരെ പോലെ അണിഞ്ഞൊരുങ്ങി സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സ് കവർന്ന് അടുക്കളയുടെ വശത്തുകൂടി നടന്നുപോയ ആ പെൺകുട്ടിയാണ്. അത് കണ്ട ഭവാനിയുടെ ഉള്ളം നാളി. ആൾ വേഗം മുന്നിലേക്ക് വന്ന് അവരുടെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. മോളെ ആവണി, ചായ എടുക്ക്, ഭവാനി പറഞ്ഞു. എന്നാൽ ആവണി ചായയുമായി എത്തിയപ്പോഴേക്കും രുക്മിണി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. അല്ല ഭവാനി, അതാരാ? നേരത്തെ അങ്ങോട്ട് പോയ ആ കുട്ടി, രുക്മിണി കൗതുകത്തോടെ ചോദിച്ചു. ഭവാനി ഒന്ന് പരിങ്ങി. അതിവിടെ പണിക്കേൽക്കുന്ന കൊച്ച, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മകള്. അനാഥയാ, ഞങ്ങൾ നോക്കുന്നു മാത്രം. രുക്മിണിക്ക് ആ മറുപടിയിൽ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നി. എങ്കിലും അവരൊന്നും പറഞ്ഞില്ല. ഭക്ഷണം വിളമ്പിയപ്പോൾ ഇന്ദ്രജിത്ത് വെറുതെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ മുറികൾ ബാക്കിയുണ്ടെങ്കിലും ആ വീടിന്റെ അന്തരീക്ഷം അവനെ അസ്വസ്ഥനാക്കി. ആവണിയുടെ അമിതമായ മേക്കപ്പും പ്രകടമായ അഭിനയവും അവനൊട്ടും പിടിച്ചില്ല. ഭക്ഷണം കഴിക്കുന്നിടയിൽ അബദ്ധത്തിൽ അടുക്കളയിൽ നിന്നൊരു പാത്രം വീണ ശബ്ദം കേട്ട് ഭവാനി ദേഷ്യം കടിച്ചു പിടിച്ചിരുന്നു. ഞാനൊന്ന് കൈ കഴുകട്ടെ എന്ന് പറഞ്ഞ് രുക്മിണി എഴുന്നേറ്റു. ഭവാനി തടയാൻ നോക്കിയെങ്കിലും അവർ നേരെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അവരുടെ ഉള്ളിലൊന്ന് തട്ടി. നിലത്ത് വീണ പാത്രങ്ങൾ പെറുക്കിയെടുക്കുന്ന കണ്ണുകൾ നിറഞ്ഞൊരു പെൺകുട്ടി. ആ ഒരു നീൾ കണ്ടത് അവൾ ഭയന്ന് വിറച്ച് ഭിത്തിയോട് ചേർന്ന് നിന്നു. അവളുടെ കൈകളിൽ അടിയേറ്റ പാടുകൾ അവ്യക്തമായി കാണാമായിരുന്നു. രുക്മിണി അവളെ നോക്കിയെന്ന് ചിരിച്ചു. അവരുടെ മുന്നിൽ വരരുതെന്ന് ഭവാനി പറഞ്ഞിരുന്നുകൊണ്ട് ശിവാനി ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. എങ്കിലും അവളൊരു മങ്ങിയ ചിരി തിരികെ നൽകി. രുക്മിണി അവൾ തന്നെ നോക്കി നിന്നു. ഒരു തുള്ളി മേക്കപ്പോ ആഭരണങ്ങളോ ഇല്ലാതെ തന്നെ അവൾ അതീവ സുന്ദരിയായിരുന്നു. അടുക്കളയിലെ ചൂടിൽ അവളുടെ മുഖത്ത് പടുന്ന വിയർപ്പ് തുള്ളികൾ വജ്രം പോലെ തിളങ്ങി. ആ മുഖത്തെ നിഷ്കളങ്കതയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആകർഷണമെന്ന് അവർ ഓർത്തു. പണികൾക്കിടയിൽ അലസമായി കെട്ടിവെച്ചിരുന്ന അവളുടെ കറുത്തിരുണ്ട മുടികൾ കുറച്ചൊക്കെ മുഖത്തേക്ക് വീണ് കിടന്നിരുന്നു. ആ കറുത്ത മുടി ചുരുളുകൾ അവളുടെ വെളുത്ത മുഖത്തിനൊരു പ്രത്യേക ഭംഗി നൽകി. ചീകി ഒതുക്കാത്ത ആ മുടിയിൽ പോലും പ്രകൃതിദത്തമായ അഴകുണ്ടായിരുന്നു. എന്താ മോളുടെ പേര്? രുക്മിണി ചോദിച്ചു. ശിവാനി. ആൾ വിറയലോടെ മൊഴിഞ്ഞു. അപ്പോഴേക്കും ഭവാനി അവിടേക്ക് പാഞ്ഞെത്തി. അയ്യോ രുക്മിണി മാഡം, ഇങ്ങോട്ട് വരൂ. ഡി എന്ത് നോക്കിക്ക, ആ മേശപ്പുറത്തെ പാത്രം എടുത്തു വെക്കടി, ഭവാനി ആക്രോശിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് ശിവാനി ഹാളിലേക്ക് നടന്നു. എന്ത് ചെയ്യാനാ, ഒരു വക പറഞ്ഞാ കേക്കില്ല, ഒടുക്കത്തെ അഹങ്കാര.
നിങ്ങൾ അധികം മിണ്ടാണ്ടിരിക്കുന്ന നല്ലേ. ഇല്ലെങ്കിൽ അവിടെ നാവിന്ന് വല്ലതും വീഴും. അങ്ങനത്തെ പെണ്ണ അടുപ്പിക്കാൻ കൊള്ളില്ല. ശിവാനി പോയ വഴി നോക്കിക്കുന്ന രുക്മിണിയോട് ഭവാനി പറഞ്ഞു. രുക്മിണി ഒന്നും പറയാതെ ഹാളിലേക്ക് പോയി. ശിവാനി ഹാളിലെത്തിയതും ഇന്ദ്രൻ അവളെ നോക്കി. പിന്നീട് അവൻ തന്റെ പതിവ് ഗാംഭീര്യഭാവത്തിൽ തന്നെ തുടർന്നു. മഹാദേവനും അവൾ തന്നെ നോക്കിയിരുന്നു. അയാൾക്ക് അവളെ ഇഷ്ടമായി. അവിടെ ആ നിൽപ്പും ഭാവം കണ്ടാൽ തന്നെ അവിടെ അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വ്യക്തമായിരുന്നു. അദ്ദേഹം ഭാര്യ രുക്മിണിയെ നോക്കി. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം രുക്മിണി ഭവാനിയോട് പറഞ്ഞു, പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ അത് ആവണിയല്ല, ആ അടുക്കളയിൽ നിൽക്കുന്ന ശിവാനി. എന്റെ ഇന്ദ്രനെ ഏറ്റവും അനുയോജ്യമായ പെണ്ണ് ആ കുട്ടിയാ. അത് കേട്ട ഭവാനിയുടെയും ആവണിയുടെയും തലയിൽ ഇടുത്തി വീണ പോലെയായി. ഭവാനി തന്ത്രപരമായി തടയാൻ ശ്രമിച്ചു. അയ്യോ, അതൊരു ഭാഗ്യദോഷിയാ. അവൾക്ക് വിദ്യാഭ്യാസമല്ല, ഒന്നുമില്ല. പോരാത്തതിന് ജാതകദോഷമുണ്ട്. എന്റെ മോളെ ഡിഗ്രി കഴിഞ്ഞവളാ. എന്നാൽ മഹാദേവൻ ഉറപ്പിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് ആവണിയെ പോലെയുള്ള ഒരു കുട്ടിയല്ല, ശിവാനിയെ പോലെയുള്ള ഒരാളെയാ. രുക്മിണി പറഞ്ഞ പോലെ ഇന്ദ്രയിത്ത് മഹാദേവന് ചേരുന്ന അവൾ തന്നെയാ. അത് കേട്ടതും ഭവാനിയുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി. എടി ശിവാനി എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ ഉള്ളിലേക്ക് ഓടി. എന്റെ മോളുടെ ജീവൻ നശിപ്പിക്കാൻ വന്നവളെ എന്ന് വിളിച്ച് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവൾ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് രുക്മിണി ആകുലതയോടെ ഭർത്താവിനെ നോക്കി. മയ്യേട്ടാ, ആ കൊച്ചിനെ അവരടിച്ചു കൊല്ലും. എനിക്ക് അവളെ വേണം. മരുമകളായിട്ടല്ല, എന്റെ സ്വന്തം മകളായി. അവർ മകനെ നോക്കി പറഞ്ഞു. ഇന്ദ്ര, നമുക്ക് അളവിടുന്ന് കൊണ്ടുപോയാലോ? സത്യത്തിൽ ഞാൻ ശിവയെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു പോലും. അവളുടെ അവസ്ഥയെല്ലാം അമ്പലത്തിലെ തിരുമേനിയോട് പറഞ്ഞിരുന്നു. എനിക്ക് അവളെ വേണം മോനെ, പ്ലീസ്. എന്താ ഈ പറയുന്നത്? നിങ്ങൾ നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് പോരായിട്ടാണോ ഇപ്പൊ ഇവളെയും കൂടെ കൂട്ടെന്ന് പറയുന്നത്? എനിക്ക് വയ്യ. ഇന്ദ്രൻ തറപ്പിച്ച് പറഞ്ഞു. മോനെ, അച്ഛൻ പറയുന്ന കേൾക്ക്. ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്താ അത് വലിയൊരു പുണ്യാ. മഹാദേവൻ മകനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛൻ എനിക്ക്... ഇന്ദ്രൻ എന്തോ പറയാൻ തുടങ്ങിയതും രുക്മിണി തടഞ്ഞു. ഒന്നും പറയണ്ട ഇന്ദ്ര. ഈ അമ്മയെ നിനക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക തന്നെ വേണം. അമ്മയുടെ വാക്കിൽ കേട്ട് ഇന്ദ്രൻ പതറിപ്പോയി. എത്ര ദേഷ്യമുണ്ടെങ്കിലും അമ്മയുടെ വാക്കിന് മറുവാക്കില്ല. അവൻ വേഗത്തിൽ അകത്തേക്ക് നടന്നു. അവിടെ ഭവാനി കയ്യിൽ കിട്ടിയൊക്കെ വെച്ച് ശിവാനിയെ ക്രൂരമായി തള്ളുകയായിരുന്നു. ആവണി അതൊക്കെ കണ്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രന്റെ ഗർജനം കേട്ട് ഭവാനി നടങ്ങിപ്പോയി. അവൻ ശിവാനിയുടെ അടുത്തേക്ക് ചെന്നു. ഇന്ദ്രന്റെ ആ ഗർജനത്തിൽ ഭവാനിയുടെ കയ്യിൽ നിന്ന വടി താഴെ വീണു. പേടിച്ചു വരച്ച് നിൽക്കുന്ന ശിവാനിയെ നോക്കിയപ്പോൾ ഇന്ദ്രന്റെ ഉള്ളിൽ എന്തോ ഒരു അനക്കം തട്ടി. അതൊരു പക്ഷെ സാതാപമാവാം, അല്ലെങ്കിൽ അവിടെ ആ നിസ്സഹായത അവൻ എവിടെയോ നോവിച്ചു. ഇന്ദ്രൻ പതുക്കെ അവൾക്കടുത്തേക്ക് ചെന്നു. നിലത്തിരുന്ന് കരയുന്ന ശിവാനിയുടെ കയ്യിൽ പിടിച്ച് അവൻ അവളെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങോട്ട് വന്നേ. ഇന്ദ്രന്റെ സ്വരം ഇപ്പോഴും കടുപ്പത്തിലായിരുന്നു. പക്ഷെ അതിൽ ഭവാനിയുള്ള ദേഷ്യമായിരുന്നു കൂടുതൽ. അവൻ അവളെയും കൂട്ടി ഹാളിലേക്ക് നടന്നു. രുക്മിണിയും മഹാദേവനും ആശ്വാസത്തോടെ മകനെ നോക്കി. ഭവാനി, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ മരുമകളായിട്ട് ഈ കുട്ടി മതി. ആലോചിച്ച് സമയം കളയാനില്ല. ഇവൾ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വരും. മഹാദേവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? ഇവൾക്ക് ആരുമില്ല. ഇവൾ ഞങ്ങളുടെ സംരക്ഷണയില്ല. ഭവാനി തടയാൻ നോക്കി. ഞങ്ങളുടെ സമ്മതമല്ലാണ്ട് ഒന്നും നടക്കില്ല. നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഉള്ളിൽ കണ്ടു. രുക്മിണി ഇടപെട്ടു. മര്യാദക്ക് സമ്മതിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. പോലീസ് എന്ന വാക്കേട്ടതോടെ ഭവാനിയുടെയും ആവണിയുടെയും കലിപ്പ് പേടിയായി മാറി. മംഗലത്ത് കുടുംബത്തോട് കളിച്ചാൽ വിവരമറിയുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവരൊന്നും പറയാൻ പറ്റാതെ നിന്നു. ഇന്ദ്രൻ ശിവാനിയെ നോക്കി. ആൾ അപ്പോഴും വിറക്കിയായിരുന്നു. നീ പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ, നമ്മൾ പോവാ. ഞാൻ എങ്ങോട്ട്? ആൾ വിക്കി വിക്കി ചോദിച്ചു. അത് പറഞ്ഞാലേ നീ വരുള്ളൂ. പോയി സാധനങ്ങൾ എന്താ വെച്ചാൽ എടുത്തോണ്ട് പാടി. ഇന്ദ്രൻ ആക്രോശിച്ചു. ഇന്ദ്ര, രുക്മിണി ശാസ്ത്രിയോടെ വിളിച്ചു. അവർ ശിവയുടെ അടുത്ത് നിന്ന് പറഞ്ഞു. മോൾ ഇവിടെ നിൽക്കണ്ട, മോള് ഞങ്ങളുടെ കൂടെ പോര്. നിന്റെ മരിച്ചുപോയ അമ്മ പറയാണെന്ന് കരുതിയാൽ മതി. മോള് പോയി സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇവരുടെ വകയൊന്നും എടുക്കണ്ട. അമ്മേ, അവൾ അറിയാതെ വിളിച്ചു പോയി. അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മ തന്നെയാടാ മോളെ. ആരവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അതെ, പോയി എടുത്തോണ്ട് വാ. ഞങ്ങൾ ഇവിടെയുണ്ട് മോളെ. ആരും ഒന്നും ചെയ്യില്ല, മഹാദേവൻ പറഞ്ഞു. ശിവാനി ഭവാനിയെ നോക്കി പതുക്കെ അകത്തേക്ക് നടന്നു. ഒരു പഴയ തുണി സഞ്ചിയിൽ തന്റെ കുറച്ച് പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയും മാത്രം എടുത്ത് അവൾ പുറത്തു വന്നു. ആ പടിയിറങ്ങുമ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വർഷങ്ങളോളം നരകിച്ചെങ്കിലും തന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന ആ വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടം അവളിൽ ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നേരം മഹാദേവൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് കേസാക്കാൻ അറിയാനിട്ടല്ല, ഇവളെ ജീവനോടെങ്കിലും ബാക്കി വെച്ചല്ലോ, അതുകൊണ്ട് മാത്ര. ഇനി ഇവളുടെ പിന്നാലെ വന്ന മംഗലത്ത് വീട്ടിൽ മഹാദേവൻ ആരാണെന്ന് അറിയും. വാ മോളെ എന്ന് പറഞ്ഞ് ശിവയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയി. വണ്ടിയിലേക്ക് കയറാൻ നേരത്ത് ഇന്ദ്രൻ അവളുടെ സഞ്ചി വാങ്ങി ഡിക്കിൽ വെച്ചു. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ കണ്ണാടിയിലൂടെ അവൻ അവളെ നോക്കി. അവൾ ഡോറിൽ തലയാഴ്ച കരയുകയായിരുന്നു. ഇനി കരയേണ്ട മോളെ, നീ ഇനി മംഗലത്തെ വീട്ടിലെ മകളാ. രുക്മിണി അവളുടെ കൈ ചേർത്ത് പിടിച്ചു. യാത്രക്കിടയിൽ ശിവ ഇന്ദ്രനെ നോക്കി. ആ മുഖത്ത് ഇപ്പോഴും ദേഷ്യമാണ്. ഞാൻ വരുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ?
അവൾ സങ്കടത്തോടെ ആലോചിച്ചു. ആ വലിയ വീട് കണ്ട് ശിവാനി അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ ഇന്ദ്രൻ പഴയതുപോലെ തന്നെ ഗൗരവക്കാരനായി മാറി. അവനൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ അവരെ കാത്ത് ഇന്ദ്രന്റെ മുത്തശ്ശി സരസ്വതിയും പെങ്ങൾ ഈശാനിയും അനിയൻ രുദ്രദേവും ചെറിയമ്മയും ചെറിയച്ഛനും നിൽക്കുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ മഹാദേവൻ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന മുഖമല്ലേ. ഈശാനി വന്ന് അവളെ കയ്യിൽ പിടിച്ച് ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താ? ശിവാനി. എല്ലാവരെയും നോക്കി അവൾ പറഞ്ഞു. ആണോ? എന്നാ എനിക്ക് സുന്ദരിക്കുട്ടിയെന്ന് പോലെ ശിവേച്ചിയാ. എനിക്കും എന്നും പറഞ്ഞ് രുദ്രനും വന്നു. എന്റെ ഇഷു, ആ കുട്ടിയെ റൂമിൽ കൊണ്ടുപോ. ഇവിടെ നിന്നാണോ വർത്താനം പറയുന്നത്? മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി. മറ്റുള്ളവരും പിന്നാലെ പോയി. അപ്പോഴേക്ക് ഇന്ദ്രന്റെ ചെറിയമ്മ ലക്ഷ്മി അവളുടെ മുറികൾ കണ്ട് മരുന്നെടുത്ത് വന്നു. രുദ്രനോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. മുറിയിൽ മരുന്ന് വെച്ച് കൊടുക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഒന്നും ആലോചിക്കേണ്ട, മോളൊന്ന് ഉറങ്ങിക്കോ, നല്ല ക്ഷീണമുണ്ട്. അവൾ പതിയെ മൂളി. അപ്പോഴേക്ക് രുക്മിണി യേശുവിന്റെ ഒരു ചുരിദാർ എടുത്തു വന്ന് പറഞ്ഞു, ആദ്യം ഒന്ന് കുളിച്ചു വാ മോളെ, എന്നിട്ട് മാറ്റാം. മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നലെ രാത്രി ഭക്ഷണം തേഞ്ഞില്ലെന്ന് പറഞ്ഞ് അവരൊന്നും കൊടുത്തില്ല. ഇന്ന് ഈ നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അത് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ട പാടെ മോളെ എന്ന് വിളിച്ച് രുക്മിണി അവളെ കെട്ടിപ്പുണർന്നു. ലക്ഷ്മി വേഗം ചോറ് കൊണ്ടുവന്നു. രുക്മിണി അത് വാങ്ങി ശിവക്ക് വാരിക്കൊടുത്തു. ശിവയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണീർ പടർന്നു. എന്തിനാ മോളെ കരയുന്നത്? എൻ്റെ അമ്മ പോയ ശേഷം ആരും. അവൾ വിങ്ങിപ്പൊട്ടി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മോളുടെ അമ്മയാണെന്ന്. മോൾ ഇത് കഴിക്ക്. ഭക്ഷണം കഴിച്ച് ഒരുപാട് കാലത്തിന് ശേഷം അവൾ വയറ് നിറച്ചു. ശേഷം കുളി കഴിഞ്ഞ് രുക്മിണി അമ്മയുടെ മടിയിൽ തലയാഴ്ച അവൾ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞ് ഇന്ദ്രനൊഴികെ എല്ലാവരും ഹാളിൽ കൂടിയിരുന്നു. ഇനിയിപ്പോ എന്താ അടുത്ത പ്ലാന്? ഇന്ദ്രപ്പോ വിവാഹത്തിന് സമ്മതിക്കോ? ഇന്ദ്രന്റെ ചെറിയച്ഛൻ അശോകൻ ചോദിച്ചു. സമ്മതിപ്പിക്കണം, എനിക്ക് ആ കുട്ടിയെ വലിയ ഇഷ്ടമായി, മുത്തശ്ശി പറഞ്ഞു. അതന്നെ, എത്രയും പെട്ടെന്ന് നടത്തണം. അവന് ചിങ്ങത്തിൽ 30 30 കഴിഞ്ഞില്ലേ, പിന്നെ 45 നടക്കുന്ന ആ ജോത്സ്യം പറഞ്ഞല്ലേ. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാ അവൻ സമ്മതിച്ചോളും, മഹാദേവൻ ഉറപ്പിച്ച് പറഞ്ഞു. ഹാളിലെ ചർച്ചകൾ മുറുകുന്നതിനിടയിൽ ഇന്ദ്രൻ മുകളിൽ നിലയിൽ തന്നെ മുറിയിൽ അസ്വസ്ഥമായി നടക്കുകയായിരുന്നു. താഴെ നടന്ന കാര്യങ്ങൾ അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ ഭയം, അവളുടെ നിസ്സഹായാവസ്ഥ, അതൊക്കെ അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ ഒരു വിവാഹം അവൻ താനൊട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ അവന്റെ മനസ്സ് പാകപ്പെട്ടിരുന്നില്ല. അപ്പോഴാണ് മുറിയിലേക്ക് മഹാദേവന് രുക്മിണിയും കടന്നു വന്ന് അവരെ കണ്ടു ഇന്ദ്രൻ ജനലരിയിലേക്ക് മാറി നിന്നു. ഇന്ദ്ര, മഹാദേവൻ വിളിച്ചു. നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? ആ കുട്ടിയുടെ അവസ്ഥ കണ്ടല്ലേ നീ? അതിനവൾക്ക് അഭയം കൊടുത്തു, അതുപോലെ എന്തിനാ വിവാഹം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നത്? ഇന്ദ്രൻ തിരിഞ്ഞോക്കാതെ ചോദിച്ചു. അഭയം കൊടുക്കാൻ അവൾ ഈ വീട്ടിലെ ജോലിക്കാരി അല്ല ഇന്ദ്ര, രുക്മിണി പറഞ്ഞു. ഒരു വിവാഹം എന്റെ ചിന്തയില്ല അമ്മ. അതെന്താ മോനെ, നീ സന്യസിക്കാൻ പോവാണോടാ? മുത്തശ്ശി ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. മുത്തശ്ശി നിനപ്പ് ഈ പടികളേറി ഇങ്ങോട്ട് വന്ന് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ആദ്യം, മുത്തശ്ശി പറഞ്ഞു. ഏണ്ടാ ചേച്ചി കിട്ടിയാന്താ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ഈശോ പറഞ്ഞു. ഇന്ദ്രൻ കടുപ്പിച്ചു നോക്കിയതും അവൾ പതിയെ ചെറിയമ്മയുടെ മറവിൽ പോയി ഒളിച്ചു. ഏട്ടൻ നല്ല സ്നേഹമാണ്, പക്ഷെ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ലെന്ന് അവൾക്കറിയാം. ഇന്ദ്ര, ഞങ്ങൾക്കും ആ കുട്ടി ഇഷ്ടമായി, ചെറിയച്ഛനും ചെറിയമ്മയും പറഞ്ഞു. ഓ, അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടാണല്ലേ? ശരി, അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്കും ഇത്രയും നിർബന്ധമാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇവിടെ ഒരു സുരക്ഷിതമായ ജീവിതം കിട്ടുമെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒന്നേ ഉള്ളൂ, എന്നിൽ നിന്ന് കൂടുതൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കരുത്. അവന്റെ വാക്കിൽ കേട്ടതും എല്ലാവരുടെയും മുഖമിടുന്നു. ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ശിവമോളുടെ വീട്ടിൽ പോയി ജാതം വാങ്ങിച്ച് നല്ലൊരു ദിവസം നോക്കാം. അത് ഞാൻ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ രാവിലെ തന്നെ കല്യാണ തീയതി നോക്കാൻ പോവാം, മഹാദേവൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പുതിയൊരു ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്കാണ് ശിവാനി കണ്ണു തുറന്ന് ഈശോ ഓടി വന്ന് അവളെ വിളിച്ചുണർത്തി. ശിവേച്ചി എഴുന്നേൽക്ക്, ഇന്ന് നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് നടത്താനുണ്ട്. കല്യാണത്തിന് കുറച്ച് ദിവസമേ ഉള്ളൂ. കല്യാണോ? ആരുടെ? ശിവാനി അമ്പരന്ന് പോയി. ചേച്ചിയുടെ ഇന്ദ്രേട്ടന്റെയും. ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവാനി തരിച്ചിന്ന് പോയി. തന്നെ ഉപദ്രവിക്കാതെ സംരക്ഷിച്ച ആ മനുഷ്യൻ തന്റെ ഭർത്താവാൻ പോകുന്നു എന്ന സത്യം വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു. ശിവാനി റൂമിൽ നിന്ന് വരുമ്പോൾ ഇന്ദ്രൻ ഡൈനിങ് ടേബിൾ അരികിൽ നിന്ന് ചായ കുടിക്കുകയായിരുന്നു. അവളുടെ പാദസരത്തിന്റെ ശബ്ദം കേട്ടതും അവൻ പത്രം താഴ്ത്തി അവളെ നിന്ന് രൂക്ഷമായി നോക്കി. ആ നോട്ടം കണ്ടതും ശിവാനി പേടിച്ച് അവിടെ തന്നെ നിന്നുപോയി. അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇതുപോലെ സിനിമ സെറ്റുവാണോ? ഇങ്ങോട്ട് വന്നിരുന്ന ആഹാരം കഴിക്കുക. ഇന്ദ്രന്റെ ശബ്ദം ഹാളിൽ മുഴങ്ങി. ശിവാനി പതുക്കെ വന്നിരുന്നു. കൈകൾ വിറക്കുന്നതുകൊണ്ട് അവൾക്ക് സ്പൂണ് പോലും എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടത് ഇന്ദ്രന് വീണ്ടും ദേഷ്യം വന്നു. എന്തിനാ ഇങ്ങനെ വിറക്കുന്നത്? ഞാൻ നിന്നെ കൊല്ലാൻ പോവാണോ? ഈ പേടി കാണുമ്പോഴെനിക്ക് ദേഷ്യം കൂടുന്നത്. ആ പഴയ വീട്ടിൽ ആ ഭവാനി കാട്ടിയൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് പറ്റും, മനസ്സിലായോ? ശിവാനി കണ്ണിറച്ച് തലയാട്ടി. ഇന്ദ്ര, നീ എന്തിനാ രാവിലെ തന്നെ ആ കുട്ടിയെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്?
രുക്മിണി അങ്ങോട്ട് വന്നു. അമ്മ ഇതേ ഇവിടെ നിൽപ്പ് കണ്ടാ തോന്നും ഞാനിവിടെ പിടിച്ച് തിന്നുന്ന്. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയൂ. ഇഷ്ടമില്ലാത്തവർക്ക് പോവാം. ഇന്ദ്രൻ ചായ ഗ്ലാസ് മേശപ്പുറത്ത് ശബ്ദത്തോടെ വെച്ചിട്ട് എഴുന്നേറ്റു. അപ്പോഴേക്ക് മുഹൂർത്തം കുറിച്ച തീയതിയുമായി മഹാദേവൻ അശോകൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരെ കണ്ടത് എല്ലാവരും അങ്ങോട്ട് വന്നു. എന്താ മക്കളെ, തീയതി കുറിച്ച് കിട്ടിയോ? ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, 10-9 പൊരുത്തുണ്ട്. വിവാഹം അടുത്ത ഞായറാഴ്ചയാ. ഇല്ലമ്മേ, 10-9 പൊരുത്തുണ്ട്. വിവാഹം അടുത്ത ഞായറാഴ്ചയാ. ആണോ? അപ്പൊ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നോക്കണം. ശിവമോളെ, മുത്തശ്ശി അവൾ അടുത്തേക്ക് വിളിച്ചു. മോൾക്ക് സമ്മതല്ലേ? ഇതിപ്പോ നിന്നോട് സിമ്പതി തോന്നിയിട്ടൊന്നല്ല, ഇഷ്ടായതുകൊണ്ട് തന്നെയാ. ശിവന്ന് ഇന്ദ്രനെ നോക്കി. അവൻ അപ്പോഴും അതേ ഗൗരവഭാവത്തിൽ തന്നെയായിരുന്നു. അവൾ രുക്മിണിയമ്മയെ നോക്കി. അവർ ചിരിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു. എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന പോലെ. അവൾ പതുക്കെ പറഞ്ഞു. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, ബാക്കി കാര്യങ്ങൾ നോക്കാം. മോൾക്ക് കൊടുക്കാൻ നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സും സ്വർണ്ണവും എടുക്കാൻ പോവാം. ഭാർഗവി, ഭക്ഷണം എടുത്ത് വയ്ക്കൂ, രുക്മിണി പറഞ്ഞു. അവിടുത്തെ ജോലിക്കാരിയാണ് ഭാർഗവി. അപ്പോഴും ഇന്ദ്രനെ നോക്കി പേടിച്ച് നിൽക്കുന്ന ശിവയോട് രുക്മിണി പറഞ്ഞു. മോള് പേടിക്കണ്ട, അവനീ ദേഷ്യേ ഉള്ളൂ. പാവ, പതിയെ ശരിയായിക്കോളൂ. ഹലോ, ഞങ്ങളെത്തി. 2 കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു. ശിവ അവരെ കൗതുകത്തോടെ നോക്കി നിന്നു. ആഹാ, മുത്തശ്ശിയുടെ കുറുമ്പനും കുറുമ്പി എത്തിയോ? 6 മുത്തശ്ശിയുടെ കവളിൽ ഉമ്മ വെച്ചു. അശോകന്റെയും ലക്ഷ്മിയുടെയും മക്കളായ അഭിജിത്ത് എന്ന അപ്പവും അലങ്കൃത എന്ന അല്ലുവായിരുന്നത്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശനി ഞായർ അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ് അവർ. ഇതാണോ ശിവേച്ചി? ഇന്ദ്രന്റെ കല്യാണമാണെന്ന വിവരം ഇഷു ഇന്നലെ രാത്രി അവർക്ക് ഫോണിലൂടെ പറഞ്ഞു കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞ് 2 പേരും അവിടെ അടുത്തേക്ക് പോയി. ചേച്ചിക്ക് ഞങ്ങൾ അറിയോ? പിന്നെ അറിയാതെ? അവൾ അവരെ ചേർത്ത് പിടിച്ചു. ഇന്നലെ ഇഷു അവരെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. വലിയ ആൾക്കാരെ പോലെ അല്ലു ചോദിച്ചു. ചേച്ചി ഇതുവരെ പഠിച്ചു? ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. അവൾ പറഞ്ഞു കുറുമിയുടെ കവളിൽ പിടിച്ചു. ചേച്ചി ഡിഗ്രി കഴിഞ്ഞാണോ? രുദ്ര അത്ഭുതപ്പെട്ടു. ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയറാ, ഇഷു ഫസ്റ്റ് ഇയർ. അവളും ചിരിച്ചു. മോൾക്കിനി പഠിക്കണോ? രുക്മിണി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. എന്താ മോളെ മിണ്ടാത്ത്? അവളുടെ കണ്ണു നിറഞ്ഞു. പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ. എന്നാ നാളെ തന്നെ മോൾക്ക് PGക്ക് വിട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാം. കല്യാണം കഴിഞ്ഞ് പോയി തുടങ്ങാം. അതച്ഛാ. അവൾ മടിച്ചു പറയുമ്പോഴേക്കും മഹാദേവൻ ഇടപെട്ടു. ഇനി ഒന്നും പറയണ്ട, ഇവരുടെ കൂടെ കോളേജിൽ പോവാം. ഈശു രുദ്രനും സന്തോഷത്തോടെ പറഞ്ഞു. നമുക്ക് പൊളിക്കാൻ ശിവേച്ചി. മതി മതി, ഭക്ഷണം കഴിക്കാൻ നോക്ക്, നമുക്ക് പുറത്തു പോകാനുള്ളതാ. മോനെ മഹി, നീ നമ്മുടെ കടയിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. പുതിയ കളക്ഷൻ എടുത്ത് വെക്കാൻ പറയണം. പിന്നെ ജ്വല്ലറിയിലൊന്ന് അറിയിച്ചേക്ക്, മുത്തശ്ശി പറഞ്ഞു. ശരിയമ്മേ, മായി മറുപടി നൽകി. അങ്ങനെ അന്ന് ഒരുക്കങ്ങൾ തുടങ്ങി. ശിവക്ക് പലതരത്തിലുള്ള ഡ്രസ്സുകളും ഓർണമെന്റ്സ് ഒക്കെ എടുത്തു. ആൾക്ക് ഇപ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ കല്യാണ ദിവസം വന്നു. മംഗളത്തി വീട് കല്യാണ പന്തലൊരുങ്ങി ആർഭാടമായി തന്നെ. മൂത്ത പേർക്കുള്ള വിവാഹം അങ്ങനെ തന്നെ കഴിക്കണമെന്ന് സരസ്വതി അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ശിവ ഒരു ദേവതയെ പോലെ തിളങ്ങിയായിരുന്നു. കേരളീയ തനിമ വിളിച്ചോതുന്ന മുല്ലമുട്ട് ബോർഡുള്ള ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയാണ് അവൾ അണിഞ്ഞത്. വെണ്ണക്കല്ല് പോലെ വെളുത്ത അവളുടെ നിറത്തിന്റെ ആ ചുവപ്പ് നിറം ഒരു പ്രത്യേക അഴക് നൽകി. സർവാഭരണ വിഭൂഷിതയായി അവൾ ഒരുങ്ങി നിൽക്കുന്ന കണ്ട് എല്ലാവരും നോക്കി നിന്നു. ഇന്ദ്രനും അവളെ തന്നെ നോക്കി നിന്നുപോയി. ഇന്ദ്രനാവട്ടെ കസവ് മുടിയിലും ഷർട്ടിലും തിളങ്ങി. ഒരു മണവാളിന്റെ പ്രൗഢിയോടെ നിന്നു. ശേഷം രണ്ടാളും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. മംഗലത്ത് വീട്ടിലെ കുടുംബക്ഷേത്രത്തിൽ പരദേവതകളും മുമ്പിൽ വെച്ച് ഇന്ദ്രൻ ശിവയുടെ കഴുത്തിൽ താലിയാർത്തി അവളെ സ്വന്തമാക്കി. കല്യാണം ഭംഗിയായി നടന്നു. വിളിച്ചവരെല്ലാം എത്തിയിരുന്നു. കുടുംബക്കാരെല്ലാം ചേർന്ന് കല്യാണം ആഘോഷമാക്കി. ബന്ധുക്കളെല്ലാം പിരിഞ്ഞുപോയി. ഒടുവിൽ മംഗലത്തി വീട്ടിലുള്ളവർ മാത്രമായി. രാത്രി ഇന്ദ്രൻ കിടക്കാൻ പോകുമ്പോൾ അവൻ പറഞ്ഞു, എല്ലാവരെയും താല്പര്യം പോലെ വിവാഹം കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, ശിവ ഇതുവരെ എവിടെയാണോ കിടന്ന് അവിടെ തന്നെ കിടക്കട്ടെ. എന്റെ അടുത്തേക്ക് വരണ്ട. ഇന്ദ്ര, വേണ്ട അമ്മേ, ഞാൻ ആദ്യമേ പറഞ്ഞ എനിക്ക് സമയം വേണമെന്ന്. നിങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാ ഈ കല്യാണം നടന്ന്. അവൻ ആക്രോശിച്ചു. തുടർന്ന് ശിവയോടായി പറഞ്ഞു, നിനക്ക് മനസ്സിലായല്ലോ, കല്യാണം കഴിഞ്ഞു നീതി എന്റെ അടുത്ത് അധികാരം കാട്ടി വരണ്ട. അതും പറഞ്ഞ് അവൻ തന്റെ റൂമിലേക്ക് പോയി. മോളെ ശിവ, രുക്മിണി വിഷമത്തോടെ വിളിച്ചു. സാരല്ലമ്മേ, ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് ഒരുക്കായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വന്ന് ഭവിച്ചു. എനിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയം വേണം. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഇഷ്യുവിൻ്റെ കൂടെ കിടന്നോളാം. അവൾ അതും പറഞ്ഞ് അവിടുന്ന് പോയി. എല്ലാവർക്കും സങ്കടമായെങ്കിലും ഇന്ദ്രനോട് ഇനി എന്ത് പറഞ്ഞ കാര്യമില്ലെന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മൗനം പാലിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇന്ദ്രനും ശിവയും 2 ഇടങ്ങളിലായി കഴിഞ്ഞു. ശിവ വീണ്ടും ക്ലാസ്സിൽ പോയി തുടങ്ങി. ഇന്ദ്രനോടൊഴിയ ബാക്കിയുള്ളവരോടെല്ലാം ആൾ വലിയ കൂട്ടായിരുന്നു. ഈശുവോ അപ്പുവോ അല്ലുവും രുദ്രനും ശിവയും ചേർന്ന് പാടത്തും പറമ്പിലൊക്കെ പാറി നടക്കും. അവർക്കാണെങ്കിൽ ശിവയില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയായി. ശിവേച്ചി എന്ന് വിളിച്ച് എപ്പോഴും അവിടെ പിന്നാലെ കാണും. ഒരു ദിവസം ഇന്ദ്രൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അവൻ അക്ഷരാർത്ഥത്തിൽ തറപ്പിച്ചു കളഞ്ഞു.
പാട്ടിന്റെ താളത്തിനൊത്ത് ചുവടുവെച്ച് നൃത്തം ചെയ്യുന്ന ശിവ. വീട്ടുകാർ ചുറ്റും ഇരുന്നിട്ടുണ്ട്. ഇത്രയും കാലം തന്റെ മുമ്പിൽ പേടിച്ച് വിറച്ച് നിന്നിരുന്ന ആ പെൺകുട്ടി തന്നെയാണോ ഇതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവരുടെ കണ്ണുകളിലെ അസാധാരണമായ തിളക്കവും ഓരോ ചുവടിലുമുള്ള ആത്മവിശ്വാസവും അവനെ വല്ലാതെ ആകർഷിച്ചു. പക്ഷെ ഇന്ദ്രനെ കണ്ടതും ഹാളിലുണ്ടായിരുന്ന ചിരിയും കളിയും പെട്ടെന്ന് നിലച്ചു. പാട്ട് പാതി വഴിയിൽ നിർത്തി. ശിവ തലതാഴ്ത്തി വിറയലോട് ഒതുങ്ങി നിന്നു. ഡാൻസ് നിർത്തി എന്തിനാ, തുറന്നോളൂ. ഇന്ദ്രൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞിട്ടും ശിവ ഒന്നും മിണ്ടാതെ വേഗം അടുക്കള ഭാഗത്തേക്ക് ഓടി മറഞ്ഞു. ഇന്ദ്രന്റെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അവൻ ആലോചനയോട് അവിടെ തന്നെ നിന്നു. വീട്ടിലെ മറ്റെല്ലാവരോടും അവൾ എത്ര മനോഹരമായിട്ടാണ് ഇടപെടുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും കുറുമ്പിയായും മുത്തശ്ശിയുടെ കഥകൾ കാതോർത്തിരിക്കുന്ന കുട്ടിയായി അവൾ നിറഞ്ഞു നിൽക്കുന്നു. ചെറിയമ്മക്കും ചെറിയച്ഛനും അവൾ പ്രിയപ്പെട്ടവളാണ്. രുദ്രനും കുട്ടിപ്പട്ടാളത്തിനും അവൾ അവരുടെ പ്രിയപ്പെട്ട ശിവേശിയുമാണ്. എല്ലാവരോടും ചിരിക്കാനും കളിക്കാനും അവൾക്ക് കഴിയുന്നുണ്ട്. എൻ്റെ മുമ്പിൽ മാത്രം അവൾ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്നത്? ഇന്ദ്ര, ചായ എടുക്കട്ടെ? രുക്മിണിയുടെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആമേ, ഞാനൊന്ന് ഫ്രഷായി വരാം. ഇന്ദ്രൻ മറുപടി നൽകി മുകളിലേക്ക് പോയി. ഇത് കണ്ട ഈശു പതിയെ അമ്മയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അമ്മേ, കരിപ്പന്റെ കലിപ്പ് പതിയെ പ്രണയായി മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഈടായിട്ട് ഇന്ദ്രേട്ടനെ എപ്പോഴും ശിവേച്ചിയെ തന്നെ നോക്കിയിരിക്കുക. അവൾ കണ്ണിറുക്കി പറഞ്ഞു. അത് തന്നെയല്ലേ നമുക്കും വേണ്ടത്. ബാക്കി നമുക്ക് നോക്കാം. ചെറിയമ്മയും അതിനോട് യോജിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ഇന്ദ്രന്റെ ഉള്ളിൽ ശിവയോടുള്ള ഇഷ്ടം ഓരോ ദിവസം വളർന്നുകൊണ്ടിരുന്നു. പക്ഷേ ശിവയുടെ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അവനെ കാണുമ്പോൾ ഇപ്പോഴും അവൾ മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് പതിവ്. ആ അകൽച്ച ഇന്ദ്രനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഈശു അല്ലുവും അപ്പവും കൂടി ശിവയും കൂട്ടി കുളത്തിലേക്ക് പോയി. നല്ല മഴ പെയ്തിട്ടും അതൊന്നും വകവെക്കാതെ അവർ കുളത്തിൽ നീന്തി തുടിക്കുകയായിരുന്നു. ഇന്ദ്രൻ പുറത്തുപോയി തിരികെ വരുമ്പോൾ രുക്മിണി കുടയും ചൂടി കുളത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അമ്മേ, ഇതെങ്ങോട്ട് ഈ മഴയത്ത്? ഇന്ദ്രൻ തിരക്കി. ആ നാലെണ്ണം കൂടി കുളത്തിൽ പോയിട്ട് എത്ര നേരമായിരുന്നോ? മഴ പെയ്യാൻ തുടങ്ങിയിട്ട് കയറുന്ന ലക്ഷണമില്ല. രുക്മിണി വേവലാതിയോടെ പറഞ്ഞു. അമ്മ പോയിക്കോ, ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അമ്മയുടെ കയ്യിൽ നിന്ന് കുട വാങ്ങി. എന്നാ നീ പോയി അവരെ വിളിച്ചുകൊണ്ട് വാ, മഴ കൂടുമ്പോഴേക്കും കയറാൻ പറ എന്ന് പറഞ്ഞ അമ്മ അകത്തേക്ക് പോയി. ഇന്ദ്രൻ കുടയിൽ നിവൃത്തിയൊരു വടിയും കയ്യിലെടുത്ത് ഗൗരവത്തിൽ കുളപ്പുരയിലേക്ക് നടന്നു. കുളപ്പുരയുടെ വാതിൽ തുറന്നപ്പോൾ ഇന്ദ്രൻ കണ്ടത് മഴ ആസ്വദിച്ച് ആർത്തുല്ലസിക്കുന്ന നാലംഗ സംഘത്തെയാണ്. ഈശു അല്ലുവും അപ്പവും വെള്ളം തെറിപ്പിച്ച് കളിക്കുന്നു. അവരുടെ കൂടെ എല്ലാ പേടിയും മറന്ന് ചിരിച്ചുകൊണ്ട് ശിവയും. മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന അവളൊരു കുസൃതി കുട്ടിയെ പോലെ തോന്നിപ്പിച്ചു. അവിടെ ആ മാറ്റാവനിൽ പ്രണയം നിറച്ചു. മഴവെള്ളത്തിൽ കുതിർന്ന ആ ചിരി ഇന്ദ്രന്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് പെയ്തിറങ്ങുന്ന പോലെ തോന്നി. ഇന്ദ്രൻ കയ്യിലിരുന്ന വടി കുളപ്പടയിലെ വാതിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ടതും കുളത്തിലെ ചിരി പെട്ടെന്ന് നിലച്ചു. നാലുപേരും പേടിയോടെ കരയിലേക്ക് നോക്കി. മഴ നനഞ്ഞ മതി, എല്ലാവരും വേഗം കയറി വന്നേ, ഇന്ദ്രൻ കർക്കശ സ്വരത്തിൽ പറഞ്ഞു. അയ്യോ ഇന്ദ്രേട്ടൻ, ഇഷു പേടിയോടെ പറഞ്ഞു. ഇഷു അല്ലുവാപ്പവും ഒരക്ഷരം മിണ്ടാതെ വേഗം പടവുകൾ കയറി ഓടി. പക്ഷേ പടവുകൾ കയറാൻ തുടങ്ങിയ ശിവയുടെ മുമ്പിൽ ഇന്ദ്രൻ പെട്ടെന്ന് തടസ്സമായി നിന്നു. അവൻ അവളെ തന്നെ രൂക്ഷമായി നോക്കി. ഓടുന്നതിനിടയിൽ ഇഷു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഇന്ദ്രൻ ശിവയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ശിവേച്ചി എന്ന് ഇഷു വിളിച്ചതും ഇന്ദ്രൻ പറഞ്ഞു. ഇഷൂട്ടി, നീ അകത്തേക്ക് പോയിക്കോ, നിന്റെ ശിവേച്ചി എനിക്കൊന്ന് ശരിയാക്കാനുണ്ട്. അത്രയും പറഞ്ഞ് അവൻ കുളപ്പുരയുടെ വാതിൽ ആഞ്ഞു തള്ളി അടച്ചു. പുറത്ത് മഴയുടെ ഇരമ്പിൽ മാത്രം ബാക്കിയായി. ശിവഭയത്തോടെയും വിറയലോടെയും ഇന്ദ്രന്റെ മുമ്പിൽ നിസ്സഹായായി നിന്നു. ഇന്ദ്രന്റെ ഗൗരവം നിറഞ്ഞ ആ നോട്ടത്തിനു മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തറഞ്ഞു നിന്നുപോയി. പുറത്ത് മഴ ആർത്തലച്ച് പെയ്യുന്നുണ്ടായിരുന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രത്തോടെ വിറക്കുന്ന കൈകൾ നെഞ്ചോട് ചേർത്ത് അവൾ ഭിത്തിയോട് ഒട്ടി നിന്നു. ഇന്ദ്രൻ കയ്യിലിരുന്ന വടി ഭിത്തിയിൽ ചാരി വെച്ച് സാവധാനം അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ ശിവ, ഇപ്പൊ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? കൊളക്കരയിൽ നല്ല ശരിയായിരുന്നല്ലോ. ആളുടെ തൊട്ടുമ്പിൽ വന്ന് നടക്കി പിടിച്ച സ്വരത്തിൽ അവൻ ചോദിച്ചു. ഭയം കൊണ്ട് ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇന്ദ്രൻ തന്റെ കൈകൾ അവിടെ ഇരുവശത്തുമായി ഭിത്തിയിൽ ഊന്നി അവളെ ഒരു ചക്രവ്യൂഹത്തിൽ എന്ന പോലെ തടവിലാക്കി. അവന്റെ ചൂടുള്ള ശ്വാസം മുഖത്തെട്ടിയപ്പോൾ ശിവയുടെ വിറയിൽ കൂടി. എന്നെ നോക്കി ശിവ, അവൻ ആർദ്രമായി പറഞ്ഞു. മടിച്ചു മടിച്ച് അവൾ കണ്ണുകൾ തുറന്നു. ഇന്ദ്രന്റെ തീക്ഷ്ണമായ നോട്ടം താങ്ങാനാവാതെ അവൾ തളർന്നു നിൽക്കെ അവൻ സ്വരമൽപ്പം കടുപ്പിച്ചു. നിനക്ക് എന്താണ് ഇപ്പോൾ എന്നോട് മാത്രം ഇത്ര പിണക്കം? ഈ വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ നിനക്ക് നല്ല സംസാരവും ശരിയാണല്ലോ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ആദ്യം പരിഭവിച്ചാണെങ്കിലും പിന്നീട് അവന്റെ വാക്കിൽ പ്രണയം നിറഞ്ഞു. അവൾ പതറിപ്പോയി. അത് നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ മിണ്ടുന്നത്? അവൾ വിക്കി വിക്കി ചോദിച്ചു. ഞാനോ? എപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞ്? ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. അയ്യടാ, നിങ്ങൾ പറയില്ലെന്നോ? കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പറഞ്ഞല്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. പരിഭവം വന്നപ്പോൾ പേടിയൊക്കെ മറന്ന് അവൾ വെല്ലുവിളിച്ചു. ഓഹോ, അപ്പൊ നിനക്ക് നാക്കുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ആ സാധനം അവിടെ ഇല്ലെന്ന്. അവൻ കുസൃതിയോടെ അവളെ കളിയാക്കി. പിന്നെ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. അതൊക്കെ പോട്ടെ ശിവ, അതൊക്കെ അന്നത്തെ എൻ്റെ അവസ്ഥയിൽ പറഞ്ഞു പോയതാ. നീ അതൊക്കെ മറക്കണം. ഇപ്പൊ നിന്നെ എനിക്ക് മറ്റെന്തിനേക്കാളും ഇഷ്ടമാ.
ആ വാക്കിൽ കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ പ്രണയത്തിന്റെ 1000 പൂത്തിരികൾ കത്തിയെങ്കിലും പുറമേ അവൾ മൗനം പാലിച്ചു. എന്നാ നീ ഒന്നും മിണ്ടാത്ത? അവൻ വീണ്ടും അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവന്റെ ശ്വാസഗതിയുടെ ചൂടിൽ അവളൊന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. ശിവ, ഇന്നു മുതൽ നീ ശിവന്റെ കൂടെയല്ല കിടക്കേണ്ടത്, നമ്മുടെ റൂമിലേക്ക് വാ, ഇന്ദ്രൻ ആജ്ഞാപിച്ചു. ഞാനൊന്നും വരില്ല, നിങ്ങളുടെ ആ വെട്ടുപോത്തിന്റെ സ്വഭാവം എനിക്കറിയാം. അവൾ കുറുമ്പോടെ ചുണ്ടു വിളർത്തി. നീ വരില്ലേ ശിവ? അവന്റെ സ്വരം വല്ലാത്ത ആഴ്ന്നു. അതിൽ പ്രണയം തുളുമ്പി നിന്നു. അവളിൽ എന്ന് പറയാൻ തുടങ്ങിയതും അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ മഴത്തുള്ളികൾ ചുണ്ടിൽ തങ്ങി നിന്നു. ഇന്ദ്രന്റെ കണ്ണുകൾ ആ ചുണ്ടുകളിൽ ഉടക്കി. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ അധരങ്ങൾ അവളുടേതുമായി അലിഞ്ഞു ചേർന്നു. ഒരു ദീർഘമായ ചുംബനം. ആദ്യം അവളൊന്ന് പിടഞ്ഞെങ്കിലും മെല്ലെ ആ പ്രണയത്തിന്റെ ആഴങ്ങളിൽ അവൾ സ്വയം മറന്ന് ലയിച്ചുപോയി. ചുണ്ടുകളിൽ രക്തത്തിന്റെ നേർത്ത ചവർപ്പറിഞ്ഞപ്പോഴാണ് അവൻ അടർന്നു മാറിയത്. ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടു നിന്ന ശിവയെ അവൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിയപ്പോൾ ഇന്ദ്രേട്ട എന്ന് അവൾ കിതപ്പോടെ വിളിച്ചു. അവൻ വീണ്ടും അവളിലേക്ക് അടുക്കുമ്പോഴാണ് വാതിലിൽ മുട്ടിയിട്ടത്. ഇന്ദ്ര, വാതിൽ തുറന്നേ. അത് രുക്മിണി അമ്മയായിരുന്നു. ഇന്ദ്രൻ പെട്ടെന്ന് അവളിൽ നിന്ന് മാറി വാതിൽ തുറന്നു. ശിവയുടെ ചുവന്ന് തൊടുത്ത മുഖവും കിതപ്പും കണ്ടപ്പോഴേ കാര്യം അവർക്ക് പിടികിട്ടി. എങ്കിലും അവർ കള്ളഗൗരവത്തിൽ പറഞ്ഞു, എന്താടാ ഇത്? അവൾ തലനിറങ്ങി നിൽക്കല്ലേ, പല പനിയും പിടിക്കില്ലേ? അത് കേട്ടതും ശിവ അവിടുന്ന് ഒറ്റ ഓട്ടം. അവൾ പോയ ദിശയിലേക്ക് നോക്കി നിരാശയോടെ നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി രുക്മിണി അമ്മ ചോദിച്ചു, എന്താടാ നോക്കുന്നത്? ഏയ് അതൊന്നുമില്ല അമ്മേ. വല്ലാതെ വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ അസലി ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചിട്ട് അത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ അമ്മയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് തന്റെ മുറിയിലേക്ക് നടന്നു. മകന്റെ മാറ്റം തിരിച്ചറിഞ്ഞ രുക്മിണി അമ്മയും സന്തോഷത്തോടെ ഉള്ളിലേക്ക് പോയി. രാത്രി ഭക്ഷണത്തിനിടയിൽ എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും ശിവയുടെ ഉള്ളിലൊരു വെപ്രാളമായിരുന്നു. ഇടയ്ക്കിടെ ഇന്ദ്രന്റെ കണ്ണുകൾ അവളിൽ വന്ന് തറക്കുന്നുണ്ട്. ആ നോട്ടത്തിന്റെ ആഴം അറിയാവുന്നതുകൊണ്ട് തന്നെ ശിവ ആഹാരം കഴിക്കാൻ പാടുപെടുകയായിരുന്നു. നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നുകൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി ശിവവേഗ ഇഷുവിന്റെ റൂമിലേക്ക് തടി തപ്പാൻ നോക്കുമ്പോഴാണ് ഇന്ദ്രന്റെ ഗർജനം കേട്ടത്. ശിവാനി, എങ്ങോട്ട് നീ ഓടുന്നു? ശിവ അവിടെ തന്നെ തറഞ്ഞിരുന്നു. ഞാൻ കിടക്കാൻ? ആൾ വിക്കി വിക്കി പറഞ്ഞു. ശിവ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ ഇനി നമ്മുടെ റൂമിൽ കിടന്നാൽ മതിയെന്ന്. ഇന്ദ്രൻ പതിയെ അവിടെ അരികിലേക്ക് നടന്നു വന്നു. അതിന് ഞാൻ അപ്പൊ തന്നെ വരില്ലെന്ന് പറഞ്ഞല്ലോ. ശിവ തന്റെ ഇടം കാട്ടാൻ നോക്കിയെങ്കിലും ശബ്ദമൊന്ന് ഇടറി. ഇന്ദ്രൻ പെട്ടെന്ന് കുനിഞ്ഞ് ആളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു. മറ്റാർക്കും കേൾക്കാൻ പറ്റാത്ത സ്വരത്തിൽ അവൻ മന്ത്രിച്ചു. നേരത്തെ കൊളപ്പുരയിൽ ചെയ്ത പോലെ വീണ്ടും ചെയ്യണം മോളെ. വെറുതെ കളിക്കാതെ കൂടെ അങ്ങോട്ട് പോന്നോ. ശിവയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ആൾ അവനെയും നോക്കി. ഇന്ദ്രൻ വിടാൻ പാമില്ല. നേരത്തെ നിന്നെ ഞാൻ തൊട്ടപ്പോ നിന്റെ ഇന്ദ്രേട്ട എന്ന ആ വിളിയിലുണ്ടായിരുന്നു നിനക്ക് എന്നോടുള്ള പ്രണയം. പിന്നെ എന്തിനാടി അഭിനയം? അവന്റെ ആ വാക്കിൽ കേട്ട് ശിവാകെ പതിരിപ്പോയി. അവനെ ഒന്ന് തള്ളി മാറ്റി അവൾ ഇഷുവിന്റെ റൂമിലേക്ക് ഓടാൻ ആഞ്ഞതാണ്. പക്ഷെ ഇന്ദ്രൻ അവളേക്കാൾ വേഗത്തിലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ അവളെ ഇടുപ്പിലൂടെ വരിഞ്ഞു മുറുക്കി വായുവിൽ ഉയർത്തി. അയ്യോ ഇന്ദ്രേട്ട, വീട്ടാൻ! അവൾ അവന്റെ മാറത്തടിച്ചുകൊണ്ട് കുറുകി. വല്ലാതെ കളിച്ചാൽ ഞാൻ താഴെയിടും കേട്ടോ, മിണ്ടാണ്ടിരുന്നോ, അവൻ കട്ടായം പറഞ്ഞു. ഈ കാഴ്ച കണ്ട് ആളിരുന്ന മുത്തശ്ശിയും അച്ഛനും അമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും പരസ്പരം നോക്കി ചിരിക്കുകയായിരുന്നു. രുദ്രൻ ഒട്ടും സമയം കളഞ്ഞില്ല. കൈവിരൽ ചുണ്ടിൽ വെച്ച് നീട്ടിയൊരു വിസിലടി. ഇഷുവും കുട്ടിപ്പട്ടാളങ്ങൾ ആർത്തി വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. നാണം കൊണ്ട് ശിവ തന്റെ മുഖം ഇന്ദ്രന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. ഇന്ദ്രനാവട്ടെ ഒരു വിജയിയെപ്പോലെ അവളെയും കൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു. ആ വാതിലടഞ്ഞതോടെ പുറത്തെ കളിയാക്കലുകളും ചിരിയും നേർത്തതായി മാറി. റൂമിനുള്ളിൽ ഒരു നിശബ്ദത പടർന്നു. ഇന്ദ്രേട്ട, ആരോട് ചോദിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് എടുത്തുണ്ടെന്ന്? താഴെ എല്ലാവരും കണ്ടു. എനിക്ക് വലിയ നാണക്കേടായി. ശിവ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നാണക്കേടോ? എന്റെ ഭാര്യ എന്റെ മുറിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആരോടോ ചോദിക്കേണ്ടത്? പിന്നെ കണ്ടവർക്കൊക്കെ മനസ്സിലായി എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. അവനവളുടെ മുഖത്തേക്ക് ഒന്നുകൂടെ അടുത്തു. ശിവ, അന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉള്ളിൽ ദേഷ്യമായിരുന്നു. ഞാൻ അത്രമേൽ സ്നേഹിച്ചവൾക്ക് സ്നേഹം എന്ന് വെറും ശരീരം മാത്രമാണെന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവളെ പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അന്നാകെ തകർന്നുപോയി ഞാൻ ഇനി ഒരു പെണ്ണിനെയും വിശ്വസിക്കില്ലെന്ന് കരുതിയിരുന്നപ്പോഴാണ് നിന്നെ സ്വീകരിക്കേണ്ടി വന്നത്. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം നീയല്ലാതെ എനിക്ക് ആരുമില്ല. എൻ്റെ ലോകം നിന്നിലായി വന്നു ചേർന്നിരിക്കുന്നു. നീ എൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും കാണുമ്പോൾ എങ്ങനെയാ നിന്നെ ആ സ്നേഹിക്കാതിരിക്കുക? അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ അവളുടെ നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു. ശിവയുടെ കൈകൾ അറിയാതെ ഇന്ദ്രന്റെ ഷർട്ടിൽ മുറുകി. എനിക്ക് പേടിയായിരുന്നു ഇന്ദ്രേട്ട. നിങ്ങളുടെ ഈ കലിപ്പ് കൊണ്ട് നിങ്ങളോട് മിണ്ടാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇനി നീ പേടിക്കണ്ട, ഈ നെഞ്ചിൽ നിനക്ക് മാത്രമായിരിക്കും സ്ഥാനം. ഇന്ദ്രൻ അവളുടെ കാതിലണിഞ്ഞിരുന്ന കമ്പിളിൽ പതുക്കെ തട്ടി. അവളുടെ കഴുത്തിന് പിന്നിലൂടെ കൈകൾ കോർത്ത് അവനവളെ തന്നിലേക്ക് അല്പം കൂടി ചേർത്ത് പിടിച്ചു. ഇന്ദ്രേട്ട, എന്താടാ? ഇനി കലിപ്പ് കാണിക്കില്ലല്ലോ? ആൾ കുസൃതിയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു.
അത് നിന്റെ പെരുമാറ്റം പോലെ ഇരിക്കും മോളെ. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. പെട്ടെന്ന് അവൻ അവൾ ഒന്നുകൂടി മുറുക്കി ചുറ്റി വരിഞ്ഞപ്പോൾ ശിവക്ക് ഇതപ്പോടെ അവനെ തള്ളി മാറ്റാൻ നോക്കി. ഇനി എങ്ങോട്ടാ പെണ്ണേ? കൊളപ്പുരയിൽ വെച്ച് ബാക്കി വെച്ച് നമുക്ക് ഇവിടെ തുടങ്ങാം. അവനവളുടെ ഓരോ ചലനങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവളുടെ അധരങ്ങളിലേക്ക് അടുത്തു. ഇത്തവണ അവൾ അവനെ തടഞ്ഞില്ല. ആ വലിയ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ മഴയുടെ സംഗീതത്തിനൊപ്പം അവർ പ്രണയത്തിന്റെ പുതിയൊരു ലോകത്തിലേക്ക് ലയിച്ച് ചേർന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഇന്ദ്രന്റെ നഗ്നമായ മാറത്ത് തലയാഴ്ച കിടക്കുമ്പോൾ ശിവാനി ആലോചിച്ചു. നരകതുല്യമായ ആ പഴയ ജീവിതത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാമെന്ന് തന്റെ പ്രാണൻ തന്നെയാണെന്ന്. ഇന്ദ്രൻ അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് മെല്ലെ മന്ത്രിച്ചു. ലവ് യു ശിവ. ആൾ അവന്റെ കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് പതുക്കെ മറുപടി നൽകി. ലവ് യു ടു ഇന്ദ്രേട്ടാ. അനാഥയായ അവൾക്കൊരു വലിയ കുടുംബത്തെയും കലിപ്പനായ അവന് തന്റെ ലോകം തന്നെയായ പെണ്ണിനെയും നൽകി വിധി അവർ ഒന്നിച്ച് ചേർത്തു. ഇനിയെന്നും സ്നേഹത്തിന്റെയും മംഗളത്തെ വീട് സന്തോഷത്താൽ നിറയട്ടെ.